പുതുപുത്തൻ രുചികളും കാഴ്ചകളും തേടിയുള്ള നല്ല രുചിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്രാമീണ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന തൊടുപുഴയിലാണ് ഇന്നത്തെ നല്ല രുചി തേടി ഞാൻ എത്തി നിൽക്കുന്നത്. കുടയത്തൂരിനടുത്തുള്ള വെട്ടം ലേക്ക് വ്യൂ റിസോർട്ടിലാണ് ഇന്നത്തെ നമ്മുടെ രുചി വിശേഷം. അപ്പോൾ നമുക്ക് പോയാലോ? കമോൺ. കോട്ടേജുകളെല്ലാം കുടയത്തൂർ ലേക്കിനോട് തന്നെ ചേർന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഇടുക്കിയിൽ നിന്ന് വരുന്ന വെള്ളം ശരിക്കും മൂലമറ്റം പവർ സ്റ്റേഷനിലെ യൂസേജിന് ശേഷമാണ് ഈ കുടയത്തൂർ ലേക്കിലൂടെ ഒഴുകുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത ഇവിടുത്തെ മലനിരകളാണ്. നമ്മുടെ ഈ കോട്ടേജിനോട് ചേർന്ന് തന്നെ ചുറ്റപ്പെട്ടിങ്ങനെ മലനിരകളുണ്ട്. നല്ല ഭംഗിയാട്ടോ. ഇവിടെ വരുന്നവർക്ക് ശരിക്കും ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ആ ഒരു ഗ്രാമീണ ഭംഗിയും പച്ചപ്പും ഒക്കെ ശരിക്കും ആസ്വദിക്കാം. സൂപ്പറാണ് ഇവിടെ. നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഏരിയ ഉണ്ട്. അമ്പെയ്ത്ത്, ക്യാരംസ്, അങ്ങനെ ഇൻഡോർ ഗെയിംസ് എല്ലാം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കളിക്കാം. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാം. വെട്ടം ലേക്ക് വ്യൂ റിസോർട്ടിലെ ഷിജോയാണ് ഇന്നത്തെ നല്ല രുചി പരിചയപ്പെടുത്താൻ നമ്മോടൊപ്പം ഉള്ളത്. ഹായ് ഷിജോ. അപ്പൊ എന്ത് സ്പെഷ്യൽ ഡിഷ് ആണ് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ക്രം ഫ്രൈഡ് പ്രോൺസ് ആണ് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കേ, അപ്പോൾ പ്രോൺസിന്റെ ഒരു സ്പെഷ്യൽ ആണ് ക്രം ഫ്രൈഡ് പ്രോൺസ്. ഓക്കേ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഓക്കേ, എഗ്, ടൊമാറ്റോ സോസ്, വൈറ്റ് പെപ്പർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മൈദ, 8 to 8 സോസ്, 8 to 8 സോസ്. ഓക്കേ, സോയാ സോസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഓക്കേ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ, പിന്നെ പ്രോൺസ് കണ്ടില്ല. പ്രോൺസ് ഓക്കേ ഓക്കേ, ഇവിടെയുണ്ട് പ്രോൺസ്, ക്ലീൻ ചെയ്ത പ്രോൺസ് ഇവിടെയുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? മാരിനേറ്റ് ചെയ്യാം നമുക്ക്. ഓക്കേ, അപ്പോൾ ഫസ്റ്റ് മാരിനേഷൻ ആണ്. അപ്പോൾ ആദ്യം പേസ്റ്റ്. ഓക്കേ, അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഫസ്റ്റ് ഇടുന്നത്. 1 സ്പൂൺ അല്ലേ? പിന്നെ സോസ്, എഗ്. ഇത് ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി മൈദ.
8 to 8 sauce. ഓക്കെ 8 to 8 സോസ്. ഈ സോസ് ശരിക്കും നമ്മൾ എന്തിലൊക്കെ യൂസ് ചെയ്യാം? കോണ്ടിനെൻ്റൽ ഫുഡിൽ. ഓ കോണ്ടിനെൻ്റൽ ആയിട്ടുള്ള ഡിഷുകളിൽ അല്ലേ. അടുത്ത് സോയ. സോയ. ടൊമാറ്റോ സോസ്. ആ അടുത്ത് ആവശ്യത്തിന്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. ആ ശരിക്കും മിക്സ് ചെയ്യണം അല്ലേ? ഓക്കെ, ശരിക്കും മിക്സ് ചെയ്യുക. പ്രോൺസ് ഇടുക. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. നല്ലപോലെ മാരിനേറ്റ് ചെയ്യുക. ആ അപ്പം മിക്സിങ്ങിൽ ശരിക്കും നമ്മൾ പ്രോൺസ് അങ്ങ് മിക്സ് ചെയ്യുക, നല്ലപോലെ മാരിനേറ്റ് ചെയ്യുക. ഇത് എത്ര ടൈം വെക്കണം? 2 minutes. 2 minutes മതി. ആ ബ്രെഡ് ക്രംസ്. ബ്രെഡ് ക്രംസ് ഇടുക. ഇനി ഇത് കോട്ട് ചെയ്യുക നല്ലപോലെ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ മിക്സിങ് നേരെ തന്നെ ഇതിനകത്ത് ബ്രെഡ് ക്രംസിലോട്ട് ക്രംസിലോട്ട് ഇടുക. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിൽ ശരിക്കും മുക്കിയെടുക്കാം അല്ലേ? ഓക്കെ. പ്രോൺസിന് വേറെ എന്തൊക്കെ വെറൈറ്റികൾ അറിയാം ഇതുപോലെ? പ്രോൺസ് സൗത്ത് ഇന്ത്യൻ ഫിഷ് പ്രോൺസ് മലബാറി, പ്രോൺസ് മോളി. ഓക്കെ, പ്രോൺസ് മോളി അല്ലേ? ഫിഷ് മോളി പോലെ തന്നെയാണോ? സെയിം ഇൻഗ്രീഡിയൻസ്, പക്ഷെ വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും അതിന്. ഓക്കെ, അത് ഇതായിരിക്കും കൂടുതൽ ടേസ്റ്റ് പ്രോൺസ് ചെയ്യുമ്പോൾ? പ്രോൺസ് ഇത് സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യാം, മെയിൻ ഡിഷ് ആയിട്ട് യൂസ് ചെയ്യാം. അതിനാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ പ്രോൺസ് ഇപ്പോൾ ബ്രെഡ് ക്രംസിൽ ശരിക്കും മുക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു 2 മിനിറ്റ് മാറ്റി വെക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്യാൻ പാൻ വെക്കാം. ഓക്കെ, പാൻ ചൂടാക്കാൻ വെച്ചു. ഇനി നമുക്ക് ഈ ബ്രെഡ് ക്രംസിന് പകരം വേറെ എന്തെങ്കിലും? മൈദ, ബ്രെഡ് ക്രംസ് ഉപയോഗിക്കാതെ മൈദ മാത്രമായിട്ട് യൂസ് ചെയ്യാം. കോൺഫ്ലവർ യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതൽ ടേസ്റ്റ് ഓയിൽ ഒഴിക്കാം. അതുപോലെ തന്നെ ഫിഷിൽ പെടുന്ന വേറെ എന്തൊക്കെ വെറൈറ്റികൾ അറിയാം? പ്രോൺസ് അല്ലാതെ ഫിഷ് നമുക്ക് സെയിം ഡിഷിൽ ചെയ്യാം. ഇതുപോലെ തന്നെ ചെയ്യാം. ഏതൊക്കെ ഫിഷുകൾ ചെയ്യാം ഇതുപോലെ? സ്ലൈസ്ഡ് ബിഗ് ഫിഷ്, ഇതില്ല മുള്ളില്ലാത്ത ബോണില്ലാത്ത. ഓക്കെ ഓക്കെ, അതായത് ഫ്ലഷ് മാത്രം ഉള്ളത്. അതെടുത്ത് ഇതേ സെയിം പോലെ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ. ഓ അങ്ങനെയും ചെയ്യാം. അപ്പോൾ പ്രോൺസ് തന്നെ വേണമെന്നില്ല, നമ്മുടെ വീട്ടിലുള്ള ഫിഷ് ആണെങ്കിലും അതുപോലെ. പക്ഷേ ബോൺലെസ് ആയിരിക്കണം എന്ന് മാത്രം, ഫ്ലഷ് കൂടുതലുള്ളത് യൂസ് ചെയ്യാം. അതുപോലെ പ്രോൺസിൽ തന്നെ തനി നാടനായിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്? അതായത് പുളിയിട്ട് അങ്ങനെയൊക്കെ മസാല, പ്രോൺസ്, ഫ്രൈഡ് പ്രോൺസ്. ഓക്കെ, ഫ്രൈഡ് പ്രോൺസ് ഇവിടെ മോസ്റ്റ്ലി റണ്ണിങ് ഡിഷാണ്. ഈ വെട്ടം റിസോർട്ടിൽ കൂടുതൽ സീ ഫുഡാണ്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, നമ്മൾ എണ്ണ ഒഴിച്ചു അല്ലേ? അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ പ്രോൺസ് 2 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിരുന്ന പ്രോൺസ് മാരിനേഷൻ എല്ലാം കഴിഞ്ഞു ഏകദേശം അല്ലേ? ഇനി ഇട്ടോ. നല്ല ബ്രൗൺ കളർ ആവണം അല്ലേ? നല്ല ബ്രൗൺ, ഗോൾഡൻ ബ്രൗൺ. ഈ ഇൻഗ്രീഡിയൻസ് തന്നെ നമുക്ക് മാറ്റം വരുത്താലോ വേണമെങ്കിൽ കുറെ അല്ലേ? സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ. ഇതിപ്പോ ഏത് സ്റ്റൈലാണ് വരുന്നത്? കോണ്ടിനെന്റൽ ആണ്. പ്രോൺസ് എന്ന് പറയുമ്പോൾ കുറച്ച് ടൈം മതി ശരിക്കും പറഞ്ഞാൽ അല്ലേ? പെട്ടെന്ന് ബോയിൽ ആവുന്ന സംഭവം. ഓവർ ബോയിൽ ആയി കഴിഞ്ഞാൽ റബ്ബറി ടേസ്റ്റ് ആയി. വലിയ പ്രോൺസ് യൂസ് ചെയ്യാം, അതുപോലെ ചെറുതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഷ്രിംപ്സ് നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വളരെ ചെറിയ പ്രോൺസ് നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം.
അപ്പോൾ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിൽ പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ ഏതെങ്കിലും സെർവിങ് ഡിഷിലോട്ട് മാറ്റാം അല്ലേ? സെർവിങ് ഡിഷ്. ഓക്കെ, അപ്പോൾ ക്രം ഫ്രൈഡ് പ്രോൺസ് നമ്മുടെ കയ്യിൽ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. അത് പ്രോൺസ് തന്നെ വേണം എന്നില്ലെന്നാണ് ഷിജോ പറയുന്നത്. അത് ഏത് ഫിഷ് ആണെങ്കിലും ബോൺലെസ് ഫിഷ് വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ചെറിയ ചെമ്മീൻ വെച്ച് ചെയ്യാം. ഇനി വലുത് വേണമെങ്കിൽ വലുതും വെച്ച് യൂസ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ എനിക്കത് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാം. ഇനിയൊന്നും ഇല്ലല്ലോ, എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ പ്രിപ്പറേഷൻ രീതി ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്ത പ്രോൺസ് എടുത്തു. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്ത് മാരിനേഷൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പെപ്പർ പൗഡർ, എഗ്, മൈദ, ഉപ്പ്, 8 to 8 സോസ്, ടൊമാറ്റോ സോസ്, സോയ സോസ് ഓർ ബ്രെഡ് ക്രംസ്. ഇത്രയുള്ള സംഭവം. അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. പിന്നെ പാൻ ചൂടാക്കുക, എണ്ണ ഒഴിക്കുക, നേരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പുറത്ത് ബ്രെഡ് ക്രംസ് കൊണ്ട് നല്ല ക്രിസ്പിയാണ്, പക്ഷെ അകത്ത് ഫ്ലഷ് നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ഇത് സ്റ്റാർട്ടർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ എരിവ് നമുക്ക് അധികം വേണ്ട. കോണ്ടിനെന്റൽ ആയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സ്നാക്സ് ആയിട്ടും കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ ശരിക്കും നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത് ആ മെയിൻ ആയിട്ടുള്ള 3 സോസുകളുടെയാണ്. അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ സ്പെഷ്യലായിട്ട് ഓരോന്നും കിട്ടുന്നുണ്ട്. എന്തായാലും നല്ല സൂപ്പർ ഡിഷാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ എന്തായാലും ട്രൈ നോക്കണം. വളരെ സിമ്പിളാണ്, ഒരു 5 to 10 മിനിറ്റ്സ് മതി. അപ്പോൾ നെക്സ്റ്റ് ഇതുപോലെ തന്നെ സൂപ്പർ ആയിട്ടുള്ളൊരു ഡിഷാണ് അല്ലേ? എന്താണ്? ബട്ടർ ഗാർലിക് ഫിഷ്. ഓക്കെ, അപ്പോൾ അതും ഫിഷിൻ്റെ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാനിത് കംപ്ലീറ്റ് ഒന്ന് കഴിച്ച് കഴിയട്ടെ. അപ്പോഴത്തേന് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കി വെച്ചോ. ഓക്കെ, ഓഫർ ചെയ്ത പോലെ തന്നെ ബട്ടർ ഗാർലിക് ഫിഷിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അതെ, ബട്ടർ, ഗാർലിക്, സോൾട്ട് ആൻഡ് പെപ്പർ, ലൈം, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് അല്ലേ? അപ്പോൾ ഫിഷ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല പച്ചക്കരിമീനാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, പാൻ വെക്കാം. ഇതിന്റെ എന്താണ് ഒരു പ്രത്യേകത? എന്താ ശരിക്കും? ഫിഷിന്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടും. മസാല ഒന്നും യൂസ് ചെയ്യാതെ. ഇതിൽ മസാലകളൊന്നുമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറച്ച് അല്ലേ? അതെ, പക്ഷേ ഫിഷിന്റെ റിയൽ ടേസ്റ്റ് ഏത് ഫിഷാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ ആ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ കരിമീൻ മാത്രമല്ല, വേറെ നമുക്ക് മിക്സ് ചെയ്യാം അല്ലേ? വേറെ ഏതൊക്കെ വെക്കാം? ടൂണ ഫിഷ്. പിന്നെ വേറെ എന്തൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേറെ ഫിഷുകളും വെക്കാം? അതെ, എല്ലാ ഫിഷും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബട്ടർ ആണ് കുറച്ച് കൂടുതൽ ഇതിൽ വരുന്നത്. ബട്ടറാണ് മെയിൻ. അപ്പോൾ നമ്മൾ ഓയിലൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ഇല്ല, ഓക്കെ. അപ്പോൾ ബട്ടറാണ് മെയിൻ ആയിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ കരിമീൻ്റെ സ്പെഷ്യൽ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. യൂറോപ്യൻ ഡിഷാണിത് മെയിൻലി. ഇപ്പോൾ ബട്ടർ ചൂടായിട്ടുണ്ട്. ബട്ടർ ഗാർലിക് ഫിഷ് ആയതുകൊണ്ട് തന്നെ ബട്ടറും ഗാർലിക്കും ആണ് കൂടുതൽ വരേണ്ടത്. ബട്ടറിൽ എന്ത് നമ്മൾ ഇട്ടാലും അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അത് സ്മെല്ലും ഉണ്ടാവും, അതനുസരിച്ച് തന്നെ കഴിക്കാനും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നല്ല കാറ്റുള്ളതുകൊണ്ടല്ലേ ഇത് ഫയറൊന്നും ശരിക്കും കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ വെളുത്തുള്ളി ബട്ടറിൽ കിടന്ന് ശരിക്കും മൊരിഞ്ഞുണ്ട്. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോനെ? വെള്ളം ഒഴിക്കാം.
ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. പെപ്പർ, സോൾട്ട്. പെപ്പർ ഒരു 1.5 സ്പൂൺ പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്. ലെമൺ ജ്യൂസ്. നല്ലൊരു പുളി അല്ലേ? മീൻകറിക്ക് ശരിക്കും പുളി വേണം. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ചെറുനാരങ്ങ. ഫിഷ് ഇടാം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കരിമീൻ. പക്ഷെ കാണുമ്പോൾ അതിലൊന്നും ഇല്ലാത്ത പോലെ തോന്നുന്നു അല്ലേ? ശരിക്കും നമ്മൾ മസാലകൾ ഇട്ടല്ലേ ശരിക്കും മീൻ കറി കണ്ടിട്ടുള്ളൂ. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ മസാലയ്ക്ക് പകരം ശരിക്കും ഇട്ടിരിക്കുന്നത് കുരുമുളക് പൊടി. നമുക്കിത് കുക്ക് ചെയ്യാൻ എത്ര ടൈം വേണം? Maybe in 2 minutes. അപ്പോൾ എനിക്ക് തോന്നുന്നു വെള്ളം വാട്ടർ ലെവൽ മുകളിലൊന്നും നിൽക്കണ്ട. കറക്റ്റ് ജസ്റ്റ് അടിക്ക് പിടിക്കാത്ത രീതിയിൽ. ശരിക്കും ഈ ഡിഷ് എവിടെ നിന്നാ പഠിച്ചേ? ഇത് യൂറോപ്യൻ ആണ്. യൂറോപ്യൻ റെസ്റ്റോറൻറ്റ് അവിടെ നിന്ന് പഠിച്ചതാണ്. സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതല്ല? അല്ല. ഫേമസ് ഗ്രേവിയാണ്. ഒന്നും പ്രത്യേകിച്ച് ഇടുന്നില്ലല്ലോ. ആകെ എനിക്ക് തോന്നുന്നു വീട്ടിൽ തന്നെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫിഷ് മാറി വരുന്തോറും ടേസ്റ്റ് മാറി വരും. ശരിക്കും നമുക്ക് ഇനിയിപ്പോ മസാല വേണം. കുറച്ചുകൂടി കളർഫുൾ ആയിട്ടാണല്ലോ സാധാരണ നമ്മള് ഫുഡ് കഴിക്കുക. അപ്പൊ ഈ ഡിഷുകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇനി കളർഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെ കൂടുതൽ ആഡ് ചെയ്യാം? ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പൈസി ആയിട്ട് നമുക്ക് ഈ ഫുഡ് കിട്ടും. ഓക്കെ. വൈറ്റ് കളറിൽ ഇരിക്കും അല്ലേ? വൈറ്റ് കളർ നമുക്ക് കാണുമ്പോൾ കുറച്ച് കളർഫുൾ ആവണം അല്ലേ? ശരിക്കും ഫോറിനേഴ്സിന് അതിന്റെ ആവശ്യമില്ല. ഇതിന്റെ കൂടെ അക്കമ്പനിമെന്റ് ആയിട്ട് ചിപ്സ്, സലാഡ്, ബോയിൽഡ് വെജിറ്റബിൾ, അങ്ങനെയാണ് ഇത് പ്ലേസ് ചെയ്യുന്നത് ഈ ഫുഡ്. പ്രോൺസ് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ടൈഗർ പ്രോൺസ് അതിങ്ങനെ നല്ലപോലെ ഇത് ബട്ടർ ഗാർലിക് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇനി സെപ്പറേറ്റ് ആണെങ്കിൽ ജിഞ്ചർ നമുക്ക് യൂസ് ചെയ്യാം. പ്രോൺസ് ചെയ്യും. ബട്ടർ ജിഞ്ചർ ഗാർലിക് അങ്ങനൊരു സോസ് ഉണ്ട്, കോണ്ടിനെന്റൽ സോസ്. അതിൽ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ. പക്ഷെ അതിന്റെ ഫ്ലേവർ തികച്ചും വ്യത്യാസമായിരിക്കും. അല്ല, അങ്ങനല്ല. ഈ വരുന്നതുകൊണ്ട് വേണ്ട. റെഡി ആയിട്ടുണ്ട്. ഫുഡ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല്. നേരെ സർവിംഗ്. നമ്മുടെ ഷിജു നല്ല സൂപ്പറായിട്ട് ഡിസൈൻ ഗാർണിഷ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് ചെയ്തല്ലേ? കൊള്ളാട്ടോ. ഓക്കെ, അപ്പോൾ ബട്ടർ ഗാർലിക് ഫിഷ് നമ്മുടെ ഡിഷ് റെഡിയായി കഴിക്കിട്ടിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ കാണുമ്പോൾ തന്നെ അതിൻ്റെ അപ്പിയറൻസ് അറിയാം. മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഹെൽത്തി ഫുഡാണ്. പിന്നെ കളറും ഒരു വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്, കണ്ടോ? അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതിന് മുമ്പ് നമുക്ക് പ്രിപ്പറേഷൻ രീതി ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് മതി, ടൈമും കുറച്ച് മതി. ആദ്യം തന്നെ പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് നമ്മൾ ബട്ടർ ആഡ് ചെയ്യുക. ഒരു കൂടുതൽ 2 സ്പൂൺ ബട്ടർ. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും ഇട്ട് അല്ലേ നന്നായിട്ട് മിക്സ് ചെയ്ത് ലൈം ജ്യൂസും കൂടി, അത് ലൈം നീര്, നാരങ്ങ നീരും കൂടെ ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ്, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കരിമീനാണ്. വേറെയും ഫിഷുകൾ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. അതിനകത്തേക്ക് വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഡിഷ് റെഡിയാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കാണുമ്പോൾ നമുക്ക് രുചിയില്ലാത്ത പോലെ തോന്നും. കാരണം പ്രത്യേകിച്ച് ഒന്നും ഇല്ല, കളറില്ല. അത് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള കാണുമ്പോൾ തന്നെ ഒരു റെഡിഷ് കളറൊന്നും ഇല്ല. പക്ഷേ അടിപൊളി ഗ്രേവി. ഇനി കരിമീനൊന്ന് കഴിച്ചത്. കരിമീനിൽ ശരിക്കും
ശരിക്കും ആ കുരുമുളക് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഗാർലിക്കിന്റെ ഫ്ലേവറും. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബട്ടറാണ്. ബട്ടറാണ്. കറക്റ്റ് ബട്ടറിന്റെ ആണ് ആ ഫ്ലേവറും ആ ഒരു പ്രത്യേക ടേസ്റ്റ് നിൽക്കുന്നത്. എന്തായാലും നല്ലൊരു സൂപ്പർ ഡിഷാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഫിഷ് കയ്യിലുണ്ടെങ്കിൽ ഇത് എന്തായാലും ചെയ്തു നോക്കാം. ഞാൻ കുറച്ചൊരു ടേസ്റ്റ് ചെയ്തേ കേട്ടോ. സൂപ്പർ. എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ്. ഒരു 10 മിനിറ്റ്സ്. എന്തായാലും സൂപ്പർ ഡിഷ്. താങ്ക് യു. വെട്ടം ലേക്ക് വ്യൂ റിസോർട്ടിന്റെ രുചിവിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടല്ലോ. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും പുതുപുത്തൻ രുചികളും കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.